Next, a line capital letter AB 60 mm long, which is parallel to HP and inclined at an angle 40 degree 40 with VP. The point capital letter A 30 mm above HP and 20 mm in front of VP എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. നമ്മുടെ ചിത്രം ഇങ്ങനെ വരും, ഇങ്ങനെ വന്നു. ഗിവൻ ഡാറ്റ ആദ്യം ഉണ്ടാക്കുക, അതായത് പാരലൽ ടു എച്ച് പി എന്ന് പറയുമ്പോൾ തീറ്റ ഈക്വൽ ടു 0, ആൽഫ ഈക്വൽ ടു 0. സോ ഇൻക്ലൈൻഡ് ടു 40 ഡിഗ്രി വിത്ത് വി പി എന്ന് പറയുമ്പോൾ ഫൈ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 40 ഡിഗ്രി. പിന്നെ ഇൻക്ലൈൻഡ് ടു വി പി പാരലൽ ടു എസ് പി എന്ന് പറയുമ്പോൾ എന്തേമാതിരി സ്മോൾ ലെറ്റർ എ ബി ഈക്വൽ ടു ട്രൂ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ എ ബി ഈക്വൽ ടു 60. ഈ കേസിൽ എ ഡാഷ് ബി വൺ ഡാഷ് എ ബി ടു അതിൻ്റെ ആവശ്യമില്ല. ഈ എ ഡാഷ് ബി വൺ ഡാഷും എ ബി ടു അത് രണ്ടും വരുന്നത് ഇൻക്ലൈൻ ടു എസ് പി ബോത്ത് വി പി ആ കേസിൽ മാത്രമാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ. അതായത് എ ഡാഷ് ബി വൺ ഡാഷ് എ ബി ടു ആ മെത്തേഡിൽ കൂടി മാത്രമേ നമുക്ക് ഫൈനലായിട്ട് എ ഡാഷ് ബി ഡാഷ് എ ബിയിൽ എത്തിച്ചേരാൻ പറ്റൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കണ്ടോ, ഡയറക്റ്റ് എ ബി ഈക്വൽ ടു 60 കിട്ടിക്കഴിഞ്ഞു. അതേമാതിരി എ ഡാഷ് ബി ഡാഷ് ലെസ് 60 ആയിരിക്കും. ആ എ ഡാഷ് ബി ഡാഷ് നമ്മൾ കാണണം. ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്. എ ഡാഷ് ബി ഡാഷ് ദാറ്റ്സ് ഫ്രണ്ട് വ്യൂ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റേ ട്രയാങ്കിൾ വേണമെങ്കിൽ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. ഇത് ട്രൂ ലെങ്ത്തും തീറ്റ ആകുമ്പോൾ പ്ലാൻ, ട്രൂ ലെങ്ത് ഫൈ, എലിവേഷൻ. അപ്പോൾ എലിവേഷൻ ഇത് എ ബി, ഇത് ലോക്കസ് വരച്ചു, ഇവിടെ ഒരു ലോക്കസ് വരച്ചു. ഇത് വരച്ചു. ഇനി നെക്സ്റ്റ് എന്താണ്? ഇത് എ ഡാഷ് ബി ഡാഷ്, ഇത് ഫൈ ആകുമ്പോൾ എ ബി ടു. ഇത് നമ്മുടെ പഴയ ആ ടെക്നിക്കാണ്. ഇത് എ ബി തീറ്റ ആകുമ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ്. ഓക്കെ, നോ പ്രോബ്ലം. ഇനി ഇവിടെ പ്ലാനും ട്രോളും കഴി. ഇവിടെ ഇപ്പം എന്താ ഇല്ലാത്തത്? എലിവേഷൻ. നമുക്കറിയാം തീറ്റ ഈക്വൽ ടു 0 ആണ്. തീറ്റ ഈക്വൽ ടു 0 ആകുന്ന സമയത്ത് പ്ലാൻ ലെങ്ത് എത്ര വരും? ട്രൂ ലെങ്ത് 60 into cos 0 60. അപ്പോൾ ട്രൂ ലെങ്ത് പ്ലാൻ ലെങ്ത് ഈസ് ഈക്വൽ ടു ട്രൂ ലെങ്ത്, ദാറ്റ് ഈസ് 60. ട്രൂ ലെങ്ത് ഈക്വൽ ടു 60 ആണെങ്കിൽ പ്ലാൻ ലെങ്ത് 60 തന്നെ വരിക. കാരണം 60 into cos 0 60 ആണ്. ഈ കേസിൽ ട്രൂ ലെങ്ത് ഈക്വൽ ടു 60 ആണ്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ എലിവേഷൻ ലെങ്ത് 60 into cos 40 വരിക, വിച്ച് ഈസ് ലെസ് ദാൻ ട്രൂ ലെങ്ത്. ഇനി ഇവിടെ എലിവേഷൻ ട്രൂ ലെങ്ത് ഇവിടെ പ്ലാൻ ആയില്ലാത്തത്. സോ പ്ലാൻ ലെങ്ത് ഇവിടെ എടുക്കുക, ജസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതേ ലെങ്തിൻ്റെ ഇവിടെ കിട്ടുക, ദാറ്റ് ഈസ് എ ബി. ശരിയല്ലേ? അതായത് എ ബി ടു ഈക്വൽ ടു എ ബി എന്ന് പറയുന്ന കേസിലാണെങ്കിൽ, എന്ന് പറയുന്ന കേസ് ഇപ്പോൾ എ ബി ടു ഈക്വൽ ടു എ ബി ആണെങ്കിൽ നമുക്ക് ഈ ബി ടു കൂടെ റിമൂവ് ചെയ്യാം, ഈ എ റിമൂവ് ചെയ്യാം. അപ്പോൾ എ ബി, സോ എ ബി is equal to true length of line എ ബി is equal to 60. ഇനി ഇവിടെയാണെങ്കിൽ പ്ലാനും ട്രൂ ലെങ്ത് ഇവിടെ എലിവേഷൻ ഇല്ലാത്തത് ഇതെടുക്കുക, which of this point draw an arc. So this is alpha. Alpha phi equal to beta. True length ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എത്ര വരിക? സോ ഇവിടെ പ്ലാനിൻ്റെ ട്രൂ ലെങ്ത് കിട്ടി. പക്ഷേ ആംഗിൾ തീറ്റ ഈക്വൽ ടു 0 ആണ്. പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ വരിക അല്ലേ? സെയിം അല്ലേ ഇതിൻ്റെ വരിക. സോ ഈ എലിവേഷൻ ലെങ്ത് കൂടെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു റെലവൻസ് ഇല്ല. കാരണം ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് തീറ്റ ഈക്വൽ ടു 0, സോ ഡെഫിനറ്റ്ലി ആൽഫ വിൽ ബി ഈക്വൽ ടു 0. കാരണം ട്രൂ ലെങ്ത് ഇൻറ്റു cos 0 60, അതെന്താണ് പ്ലാൻ ലെങ്ത്. അതാണ് പ്ലാൻ ലെങ്ത് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇനി വേണമെങ്കിൽ ഈ എലിവേഷൻ ലെങ്ത് ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത്ര വരും എലിവേഷൻ. അതായത് ഈ ചിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ വരിക. ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, 90 ഡിഗ്രി വരച്ചു,
എന്നിട്ട് എന്ത് ചെയ്തു തീറ്റ ഈക്വൽ 0 എന്ന് പറയുമ്പോൾ ഇത് ഇതിൻ്റെ സെയിം ലൈൻ തന്നെ അല്ലേ? അപ്പോൾ ട്രൂ ലെങ്ത് എത്ര വരുക? 60 ഇൻറ്റു cos 0 60. സോ ഇതിൻ്റെ ഇതിൻ്റെ ട്രൂ ലെങ്ത് ഇതായിരിക്കും. പ്ലാനോ സെയിം, ദാറ്റ് ഈസ് ഈക്വൽ ടു 60, എ ബി സി ഈക്വൽ ടു 60. രണ്ടും സെയിം തന്നെ. ട്രൂ ലെങ്ത് 60, എ ബി സി ഈക്വൽ ടു 60. ഓക്കെ. ഇനി എലിവേഷൻ ലെങ്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഈ ലെങ്ത്തിലൂടെ കട്ട് ചെയ്താൽ മതി. അത് സംഭവം ഹിയർ. സോ ദിസ് ഈസ് എ ഡാഷ് ബി ഡാഷ്. ഇത് എ ബി. അതേപോലെ ഇതിൻ്റെയാണ് എന്ത് എ ഡാഷ് ബി വൺ ഡാഷ്. അപ്പോൾ എ ഡാഷ് ബി വൺ ഡാഷ് എ ബിയും ഈക്വൽ ആവുന്ന കേസിലാവുമ്പോൾ നമ്മൾ ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ ബി. കാരണം സ്മോൾ ലെറ്റർ എ ബി എന്ന് പറയുന്നത് ട്രൂ ലെങ്ത്തിന് ഈക്വൽ ആണ്. ഓക്കെ. ഈ ഇൻക്ലൈൻഡ് ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറയുന്ന കേസിൽ ഫോളോ ചെയ്യുന്നതാണ് ഈ ട്രയാങ്കിൾ മെത്തേഡ് ഏറ്റവും ബെസ്റ്റ്. മറ്റേ മെത്തേഡിൽ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒറ്റയടിക്കുന്ന ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇത് നമ്മൾ ബോർഡ് ഇവിടെ ഇങ്ങനെ ലൈനിന് പുറത്തേക്കാണ് വരുന്നത്. ഓൾസോ ഈ അകത്ത് വരുന്നതാണ് വി പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ദിസ് ആംഗിൾ ഈ അകത്തുള്ള അതാണ് ഫൈ. ഈ എച്ച് പി ഇവിടെ ഉണ്ടെങ്കിൽ ഇത് എച്ച് പിക്ക് പാരലലുമാണ്, വി പിക്ക് ഇൻക്ലൈൻഡുമാണ്. അങ്ങനെ വേണം എടുക്കാൻ. എച്ച് പിക്ക് പാരലാണ്, വി പിക്ക് ഇൻക്ലൈൻഡ്. സോ എ പോയിന്റ് ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ which is 30 mm above HP and 20 mm in front of VP, and this line is coming out from this vertical plane. It's going out. It comes towards like this, towards you. So this is AB. Okay. Which is inclined. When you look from top, this is the angle phi equal to 40 degree. When you look from front, theta equal to 0. സോ ഒബ്സർവർ ഇവിടെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കിട്ടും ഈ ക്യാപിറ്റൽ ട്രെയിൻ ഇവിടെ പ്രൊജക്ട് ചെയ്തു, ക്യാപിറ്റൽ ട്രീന ഇവിടേക്ക് പ്രൊജക്ട് ചെയ്തു. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് കിട്ടി, അത് ജോയിൻ ചെയ്തു. വിച്ച് ഈസ് പാരലൽ ടു ദിസ് ലൈൻ. ഇറ്റ് ഈസ് പാരലൽ ടു, കാരണം വിച്ച് ഈസ് പാരലൽ ടു എച്ച് പി എന്നാണല്ലോ പറഞ്ഞത്. ക്യാപിറ്റൽ ടു എ ബി വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 40 degree with VP and parallel to HP എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ എ ഡാഷ് ബി ഡാഷ് ഇതുമായിട്ട് പാരലൽ അല്ലേ? സോ എ ഡാഷ് ബി ഡാഷ് എക്സ് വൈക്ക് പാരലൽ ആയിരിക്കും. ഈ ഡിസ്റ്റൻസ് 30 ആണ്. അപ്പോൾ എത്ര വരും? 30 ആണ്. 20 mm ഇൻ ഫ്രണ്ട് ആണ്. സോ ഡെഫിനറ്റ്ലി ദിസ് വൺ ഓൾസോ വിൽ ബി 20. ഇനി അതവിടെ പിന്നെ പറയാം. ആദ്യം വേർട്ടിക്കലിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ഈ ഓപ്ഷനോട് എവിടുന്ന് നോക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ ട്രെയിൻ ഇവിടെ പ്രൊജക്ട് ചെയ്തു, ക്യാപിറ്റൽ ബീന ഇവിടെയും പ്രൊജക്ട് ചെയ്തു. ഈ കാണുന്ന ഡയമെൻഷൻസ് ഇവിടെയും വരും, ദാറ്റ് ഈസ് 20. ഇത് ഒരു കൺവീനിയന്റ് ഡിസ്റ്റൻസ് അവൈലബിൾ പോയിന്റ് ബി. ഇനി സ്മോളർ ട്രെയിനും സ്മോളർ ബി നമ്മൾ ജോയിൻ ചെയ്യാം. സോ ദിസ് ആംഗിൾ ഈസ് എത്ര? 40 degree. ഇനി then came back to its initial position. Now look from here. ഇപ്പോൾ നമ്മുടെ ഇതെന്താ പറയുക ആൻസർ? ഇതേമാതിരി മാറും. ദാറ്റ് ഈസ് വി പി എച്ച് പി ഇത് എ ഡാഷ് ബി ഡാഷ്. സോ ദിസ് ഈസ് ദ ആംഗിൾ 40 degree എ ബി. ഇനി എന്ത് ചെയ്യണം? ഈ ഒബ്സർവറിന് ഇതേ കാണാൻ പറ്റുന്നുള്ളൂ, ഇത് കാണാൻ പറ്റില്ല. സോ ഹി ഹാസ് ടു റൊട്ടേറ്റ് ഇറ്റ് ടുവേർഡ്സ് ഡൗൺ. Now our diagram will be like this. ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെ വരും. So this is A dash B dash A B and this angle is 40 degree. This is our answer. ഇങ്ങനെയാണ് ഇൻക്ലൈൻ ടു എസ് പി പാരലൽ ടു വി പി എന്ന് പറയുന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക ഈ ഒരു മെത്തേഡിലാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് എ ഡാഷ് എ ബി വരക്കുക.
letter A, B. So this is B dash, A dash, B dash, and this is A, B, K. So Adam, A dash, B1 dash, A, B1, AB, A, B2, A dash, B2 dash, A dash, B dash. അപ്പോൾ A dash, B1 dash എന്നതിന് പകരം A dash, B dash എടുക്കുക. എന്നിട്ട് എ ബി ഒരു സ്ട്രേറ്റ് ലൈൻ, ഇതിൻ്റെ ആവശ്യമില്ല. അതേപോലെ എ ഡാഷ് ബി വൺ ഡാഷ്. ഇവിടെ ഇപ്പോൾ parallel to VP, inclined to HP എന്ന് പറയുമ്പോൾ phi equal to 0, theta not equal to 0. അതേമാതിരി parallel to HP and inclined to VP എന്ന് പറയുമ്പോൾ theta equal to 0, phi not equal to 0. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓർമ്മിക്കുക, ഫസ്റ്റ് നമ്മൾ മറ്റേ മുന്നേ തീറ്റ ഇൻക്ലൈൻഡ് ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി കേസിൽ എ ഡാഷ് ബി വൺ ഡാഷ് എ ബി വൺ എ ബി എന്ന് പറഞ്ഞില്ല. അതേമാതിരി ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, പാരലൽ ഏതെങ്കിലും ഒന്നിനെ മാത്രം ഓർമ്മിച്ചാൽ മതി, ബാക്കി അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. സോ പാരലൽ ടു വി പി വരുമ്പോൾ എ ഡാഷ് ബി ഡാഷ് ഈസ് ദി ട്രൂ ലെങ്ത്. പിന്നെ എ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് പാരലൽ ടു XY ലൈൻ. എ ഡാഷ് ബി ഡാഷിന്റെ എ ബിയിലേക്ക് കിട്ടണമെങ്കിൽ സ്ട്രെയിറ്റ് താഴോട്ടേക്ക് പ്രൊജക്ട് ചെയ്യാം. അതേപോലെ പാരലൽ ടു എച്ച് പി ഇൻക്ലൈൻ ടു വി പി എന്ന് പറയുമ്പോൾ എ ഡാഷ് ബി ഡാഷിന് പകരം ഇവിടുത്തെ വരും സ്മോളർ എ ബി, പിന്നെ എ ഡാഷ് ബി ഡാഷ്. ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് പാരലൽ ടു XY ലൈൻ. ഇവിടെ എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു ട്രൂ ലെങ്ത് ക്യാപിറ്റൽ എ ബി. A dash B dash is equal to true length. ഇവിടെ AB is equal to true length equal to plan. ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എത്രയാണോ അതിനാണ് ട്രൂ ലെങ്ത് വരിക. ഇത് കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഇത് പാരലൽ ടു XY ആദ്യമായിട്ട് വരയ്ക്കുക, എന്നിട്ട് താഴോട്ടേക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം, എന്നിട്ട് A dash B dash വരയ്ക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിൻ്റെ ചിത്രം ഇങ്ങനെ ഉണ്ടാവാം. ആദ്യം XY ലൈൻ വരച്ചു, എ ഡാഷും എയും ലൊക്കേറ്റ് ചെയ്തു. ഇനി എ ഡാഷ് ബി ഡാഷ് അത് വരച്ചു. അതിനുശേഷം ആംഗിൾ തീറ്റ മാർക്ക് ചെയ്തു. ദെൻ ഡ്രോ ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഹൊറിസോണ്ടൽ ലൈനാണ് ഈ പറയുന്ന ലൈൻ എ ബി. ഇനി ആ ബി എന്ന് പറഞ്ഞ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യണം. ഫോർ ദാറ്റ് താഴോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്യാം ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി ബി കിട്ടി. ഇനി ഈ കേസിലാണെങ്കിൽ ആദ്യം ഇങ്ങനെ വരച്ചു, എ ഡാഷും എയും കിട്ടി. ഫസ്റ്റ് ഇത് വരയ്ക്കുക, കാരണം ട്രൂ ലെങ്ത് ടോപ്പ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുക. സോ സ്മോളർ എ ബി വരച്ചു ആദ്യം. ഇനി വേണം ഡ്രോപ്പ് ഔട്ട് ചെയ്യാം ഇങ്ങനെ. അതൊന്നിക്ക് ഇങ്ങോട്ടേക്കാവാം, അല്ലെങ്കിൽ അങ്ങോട്ടേക്കാവാം, അവിടെ നിൽക്കട്ടെ. ഇനി എ ഡാഷ് ബി ഡാഷ് പാരലൽ ടു XY ആണ്, ഒരു സ്ട്രേറ്റ് ലൈൻ, ഇങ്ങോട്ടേക്കല്ല മേലോട്ടേക്കാണ്. സോ ദിസ് ഇസ് ദ പോയിന്റ് ബി ഡാഷ്. So this is the angle, small letter AB. So this is the angle. That is theta equal to 30. ഇവിടെ 40 degree. അങ്ങനെ എടുക്കുക. സോ ഇങ്ങനെയാണ് ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി, ഇൻക്ലൈൻ ടു വി പി പാരലൽ ടു എച്ച് പി എന്ന് പറയുന്ന രണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ബീറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. തീറ്റ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി. എക്സാമ്പിൾ തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി ആണെങ്കിൽ ആൽഫ ഈക്വൽ ടു 30 ഡിഗ്രി. ഫൈ ഈക്വൽ ടു 0 ആകുമ്പോൾ ബീറ്റ ഈക്വൽ ടു 0. ഇവിടെ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോൾ ആൽഫ ഈക്വൽ ടു 0, ഫൈ ഈക്വൽ ടു 30 ആകുമ്പോൾ ആൽഫ ഈക്വൽ ടു 30. കാരണം ഇവിടെ ഈ കേസിൽ ബീറ്റ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ വരില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ
ട്രൂ ലെങ്ത്തിൻ്റെ നമുക്ക് എച്ച് പി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രം വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ ഇൻക്ലൈൻ ടു എച്ച് പി പാരലൽ ടു വി പി എന്ന് പറയുമ്പോൾ യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ബീറ്റ ആൻഡ് ആൽഫ ദീസ് തിങ്സ്. അത് നമ്മൾ പറഞ്ഞതാണോ, അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഇനി ചിന്തിക്കണം അത്രയ്ക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഫൈ ഈക്വൽ ടു ബീറ്റ തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എ ഡാഷ് ബി ഡാഷ് ഇത് എ ബി. അപ്പോൾ തീറ്റയുടെ ഒരു വാല്യൂ ഉണ്ടാവില്ല, ആ വാല്യൂ ആണ് ഇവിടെ എഴുതുന്നത്. ഇവിടെ എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു വാല്യൂ 30-60, അത് നമ്മളിവിടെ എഴുതുക. ഇവിടെ 30 ഡിഗ്രി എഴുതുക, അങ്ങനെ എഴുതുന്നത്. സ്മോൾ എ ബി ഈക്വൽ ടു ആ ഇത് എഴുതുക. അതുകൊണ്ട് സ്മോൾ എ ബി എന്നുള്ള സ്ഥലത്ത് ഇവിടെ പ്ലാൻ അങ്ങനെ എഴുതാൻ പാടില്ല, ആ ന്യൂമറിക്കൽ വാല്യൂ അതാണ് എഴുതേണ്ടത്. ഈ കേസിൽ അങ്ങനെ തന്നെ സ്മോൾ എ ബി ആ കിട്ടുന്ന ട്രൂ ലെങ്ത് 60 അത് എഴുതുക. ഇത് ഫ്രണ്ടിലല്ലേ ഇവിടെ കിട്ടുന്ന എലിവേഷൻ്റെ ആ ന്യൂമറിക്കൽ വാല്യൂ ഇവിടെ എത്രയാണ് ആംഗിൾ, ആ ആംഗിൾ അതാ എഴുതേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ വരിക ഫൈ ഈക്വൽ ടു 40 ഡിഗ്രി, എ ഡാഷ് ബി ഡാഷ് ഈസ് ഈക്വൽ ടു elevation equal to distance. True length is equal to smaller AB is equal to distance. True length equal to smaller AB എന്ന് എഴുതിയാൽ മതി, equal to distance. True length equal to smaller AB equal to plan അങ്ങനെ പറയണ്ട. True length equal to smaller AB is equal to distance. A dash B dash is equal to elevation. Elevation എന്ന് പറയുമ്പോൾ തന്നെ അത് which has to be less than true length അങ്ങനെയാണ് എടുക്കേണ്ടത്. ട്രൂ ലെങ്ത് കിട്ടുന്നത് ട്രൂ ലെങ്ത് തന്നെ പറയാം. ട്രൂ ലെങ്ത്തിൻ്റെ കുറവുള്ളത് എലിവേഷൻ, പ്ലാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് പറയാം. ഇവിടെ ഇപ്പോൾ എ ഡാഷ് ബി ഡാഷ് ലെസ് ദാൻ ട്രൂ ലെങ്ത് ആയതുകൊണ്ട് ഇവിടെ എലിവേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ ട്രൂ ലെങ്ത് ഈസ് ഈക്വൽ ടു സ്മോളർ എ ബി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, കുഴപ്പമില്ല. ഇനി തീറ്റയും ആൽഫയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആൽഫേൻ്റെ വാല്യൂ തീറ്റയെക്കാട്ട് വലുതാണെങ്കിൽ തീറ്റ ഈക്വൽ ടു ഡിസ്പാച്ച്, ആൽഫ ഈക്വൽ ടു ഡിസ്പാച്ച് എന്ന് എഴുതാം. ഇനി തീറ്റ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ നമ്മൾ അവിടെ തീറ്റേൻ്റെ വാല്യൂ മാത്രം എഴുതാൽ മതി, ആൽഫ എഴുതേണ്ട ആവശ്യമില്ല. ഫൈ ഈക്വൽ ടു ബീറ്റ ആണെങ്കിൽ ഫൈൻ്റെ വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഇനി ഫൈയും ബീറ്റയും വേറെ വേറെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഫൈ ഈക്വൽ ടു ഡിസ്പാച്ച്, ബീറ്റ ഈക്വൽ ടു ഡിസ്പാച്ച് എന്ന് എഴുതണം. അത് ഇൻക്ലൈൻ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി കേസിൽ മാത്രമേ ഫൈയും ബീറ്റയും സെപ്പറേറ്റ് ആയിട്ട് വരികയുള്ളൂ. താങ്ക് യു.